ألف الألف نظام مدح أعلى العالي عال أول سطور بسم الله بدء القال قال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أحمد الله مصليا مسلما على أحمد والآل والأصحاب من لآل آل الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله بالغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله تاه قلبي مذ أتيت واديا قاف ما تاب وداد طه تاليا للتالي تال الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ثاب ثابت الذرى من السرى إلى الثرى ثانيا ما ثالثا بل ثاني الأمثال ثال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله جود من جاد الوجود وجوده جاد الجواب جمعا وفرقا بعد جمع الجمع للرجال جال الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله حب حبي حبة في لب قلبي أنبتت حبوبها ما كل حب منه للمحال حال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ അറബി ഭാഷയിലെ 28 അക്ഷരങ്ങളെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, ഓരോ അക്ഷരങ്ങളും അത് മൊഴിയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവ്യത്യാസങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട കായൽ പട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന 1804 വഫാത്തായ മഹാനായ ഷെയ്ഖ് ഉമറുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മഹാനവറുകൾ രചിച്ച അല്ലഫൽ അലിഫ് എന്ന ആ ഒരു മഹത്തായ ഒരു കവിത, ഒരു ബൈത്ത് ബഹുമാനപ്പെട്ട ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അവിടുത്തെ അചഞ്ചലമായ ആ ഒരു മഹബത്ത് കാരണമായിട്ട് അവിടുത്തെ ഖൽബിൽ നിന്ന് നിർഗളിച്ചു വന്ന ആ ഒരു മഹത്തായ കാവ്യത്തിലൂടെ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. അതാണ് നാം ആദ്യം കേട്ടത്. 31 വരികളുള്ള ഒരു ബൈത്താണ്, ഖസീദയാണ് അല്ലഫൽ അലിഫ് എന്നുള്ളത്. ബിസ്മ കൊണ്ട് തുടങ്ങി ഹംദും സ്വലാത്തും സലാമും കൊണ്ടാണ് ഈ ബൈത്തിൻ്റെ ആരംഭം. അതാണ് ആദ്യത്തെ വരിയിൽ ബിസ്മിയും രണ്ടാമത്തെ വരിയിൽ ഹംദും സ്വലാത്തും സലാമും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ വരി തുടങ്ങുകയാണ്, ആ ബൈത്ത് തുടങ്ങുകയാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം പുകഴ്ത്തിക്കൊണ്ട് അവിടുത്തെ ഖൽബിൽ നിന്ന്
ഉയർന്നു വന്ന വരികൾ അത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു വലിയ മഹത്തായ സമ്മാനം എന്ന് അറബികൾ പോലും വിശേഷിപ്പിച്ച അത്രയും വലിയ ഒരു മഹത്വമുള്ള ഒരു കാവ്യമാണ്, ഒരു ബൈത്താണ്, ഒരു ഖസീദയാണ് അല്ലഫൽ അലിഫ് എന്നുള്ളത്. അത് പാടുമ്പോൾ തന്നെ നമുക്ക് തന്നെ തിരിയും, ഏത് അറബി തിരിയാത്ത ആളുകൾക്ക് പോലും അതിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ ബൈത്തിൻ്റെ പവർ എത്രത്തോളം ഉണ്ട് എന്ന് അതിങ്ങനെ ഓരോ വരികളും ചൊല്ലി നോക്കിയാൽ നമുക്ക് തിരിയും. പഴയ ആളുകളൊക്കെ ചൊല്ലിയിരുന്നു. കുട്ടികൾ ഉറക്കാൻ വേണ്ടി, മക്കൾ ഉറക്കാൻ വേണ്ടി പോലും ഈ ഒരു ബൈത്ത് ചൊല്ലിക്കൊണ്ട് ഉറക്കിയിരുന്നു എന്നാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. അല്ലാഹു തആല നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബിയുടെ മൗലിദാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കാരണമായിട്ടാണ് ഈ ഒരു ബൈത്ത് ഉണ്ടാക്കാൻ. ഒരുപാട് രചനകൾ മഹാനായ ഉമറുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വലിയ മഹത്തായ ഒരു രചനയാണ് ഈ ഒരു ഖസീദ. ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് വേണ്ടി മക്കയിൽ പോവുകയും അവിടെ നിന്ന് സിയാറത്തിന് വേണ്ടി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് പോയിട്ട് സിയാറത്ത് ചെയ്യുകയും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോരാൻ തോന്നുന്നില്ല. ആ ഒരു സമയത്ത് മഹാനായ ഉമറുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടെ നിന്ന് ആ ഒരു ഖൽബിൽ നിന്ന് ആ ഒരു സമയത്ത് ഉണ്ടായ ആ ഒരു ബൈത്താണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് സമയത്തും ചൊല്ലാൻ പറ്റിയ, ഏത് ആവശ്യത്തിന് വേണ്ടിയും ചൊല്ലാൻ പറ്റിയ ഒരു മഹത്തായ ഒരു ഖസീദ കൂടിയാണ് ഈ ഒരു ബൈത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല ആ ബൈത്തിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ ഖൽബിൽ അല്ലാഹു തആല മുത്തുനബിയോടുള്ള, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ ഖൽബിൽ വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ തിരുസുന്നത്തുകളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ മഹാനായ ഉമറുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളോടുകൂടെ അവിടുത്തെ എല്ലാവിധ മഹാന്മാരോടുകൂടെയും നാളെ സുഖലോക സ്വർഗീയ ആരാമത്തിലൊക്കെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് 7 അക്ഷരങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ഈ 7 അക്ഷരങ്ങൾ വളരെ പ്രയാസമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. അത് എവിടെ നിന്നാണ് വരേണ്ടത് എന്നും കൂടി മനസ്സിലാക്കുക. ആദ്യത്തെ അക്ഷരം ഹംസയാണ്, അലിഫാണ്. അലിഫാണ് ആദ്യത്തെ അക്ഷരമെങ്കിലും അലിഫ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? അലിഫ് എപ്പോഴും നീട്ടാനാണ് ഉപയോഗിക്കുക. ഫത്ഹിനെ നീട്ടാനാണ് അലിഫ് ഉപയോഗിക്കുക. ആ അലിഫിൻ്റെ മുകളിൽ അല്ലേ ഹംസക്ക് ഹംസ എന്നാ പറയുക. അലിഫിൻ്റെ മുകളിൽ ഫത്ത് ഇട്ടാൽ പിന്നെന്താണ്? അത് അലിഫ് അല്ലാതെ പിന്നെ ഹംസയായിട്ട് മാറുകയാണ്. അപ്പോൾ ഹംസയാണ് അല്ലേ. അപ്പോൾ ആ, ഇ, ഉ, അത് നമ്മുടെ ഹൽക്കിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത്, തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്തു നിന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ശരിക്കും വരണം. ആ ഒന്ന് പറഞ്ഞു നോക്കുക, കുട്ടികളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക, നമ്മുടെ കൂടെ ഒന്ന് പാടി നോക്കുക. ഇതൊക്കെ ചെയ്യണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ബൈത്തിൻ്റെ കൂടെ പാടി നോക്കണം. മുത്തുനബിയുടെ മദ്ഹാണ്. ആ മദ്ഹ് പാടലോടുകൂടെ അക്ഷരങ്ങൾ നമുക്ക് മൊഴിയാൻ നമുക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഏറ്റവും താഴ്ഭാഗത്തു നിന്ന് വരണം. ആ ഒന്ന് പറഞ്ഞു നോക്കി. ഒന്ന് ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു അക്ഷരമാണ് ആ. ആ, അ, ഇ, ഉ, ഒന്ന് പാടി നോക്കാം. ആ രൂപത്തിൽ തന്നെ വരണം. അല്ലഫ്, ഈ ആദ്യത്തെ വരി പാടുമ്പം ഹംസ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ പ്രത്യേകമായിട്ട് അലിഫ് ഹംസ ശ്രദ്ധിക്കുക. അല്ലഫൽ അലിഫു നിലാമ മദ്ഹി അലൽ എന്നല്ല, എന്നല്ല, ആലി എന്നല്ല, അത് ഐനാണ്. ഇൻഷാ അല്ലാഹ് ഐൻ്റെ സ്ഥലം നമുക്ക് പറയാം. അലൽ ആലി ആലി ആൽ അല്ലഫൽ അലിഫു നിലാമ മദ്ഹി അലൽ ആലി ആൽ أول السطور بسم الله بدء القال قال ألف الألف ألف الألف نظام
മദ്ഹി അഅലൽ ആലിയാൽ أول سطور بسم الله بدء القال قال بدء ഒന്ന് പറഞ്ഞിങ്ങനെ പഠിക്കണം. തഅ്മുറൂന ഹംസ സുക്കൂനാകുമ്പോൾ തഅ്മുറൂന എന്ന് പറയരുത്, തഅ്മുറൂന എന്ന് പറയരുത്. തഅ്മുറൂന അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒന്നുകൂടി അഹ്മദുല്ലാഹ മുസല്ലിയം മുസല്ലിമൻ അല 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 എന്നല്ല അ എന്ന് ഉള്ളിൽ നിന്ന് വരേണ്ട അക്ഷരമല്ല. അല അഹ്മദി വൽ ആലി വൽ അസ്ഹാബി മല്ലി ആലി ആൽ ആലി ആൽ ആ ഉള്ളിൽ നിന്ന് വരേണ്ട അക്ഷരമാണ്. ബാലഗൽ രണ്ടാമത്തേത് ബ ആണ് അല്ലേ. ബ ബി ബു ബ് അബ് ഇബ് സുക്കൂനാകുമ്പോൾ അബ് ഇബ് തബ് തിബ്. ബാലഗൽ മുദ്ദാഹു ഫി ഔസാഫിഹി ഫമാ ബലഗ് ബാലിഗും മിഅ്ശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ. പിന്നെ പ്രയാസം ഉണ്ടാവില്ല. ത പ്രത്യേകം ശ്രദ്ധിക്കണം. ത ത ത തി തു ചെറിയൊരു കാറ്റ് ഇങ്ങനെ പുറത്തേക്ക് വരും. ത തി തു അത് സുക്കൂനാകും പുറത്തേക്കും ഒന്നുകൂടി കാറ്റ് വരും. അത് താഹ താഹ ഖൽബി ഖ ഖ ഖ ഖ അത് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. താഹ ഖൽബി ബൈത്താണ് എന്ന് കരുതിയിട്ട് അക്ഷരം മാറാനും പാടില്ല. അക്ഷരം അതിൻ്റേതായ സിഫത്തുകളോട് കൂടെ തന്നെ മഖ്റജിൽ നിന്ന് തന്നെ വരണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. താഹ താഹ എന്നല്ല. താഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖഫമ താബഅൻ വിദാദി ത്വാഹ താലിയൽ ലിത്താലി താൽ. താഹ ഖൽബി ഒന്നുകൂടെ. താഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖഫമ താബഅൻ വിദാദി ത്വാഹ താലിയൽ ലിത്താലി താൽ. ഞാൻ പാടുമ്പം അത്ര ഞാൻ സാധാരണ ഒരു പാട്ടുകാരനല്ല. അപ്പോൾ ഒരു പാട്ടുകാരൻ ഒരു പാടിയാൽ അക്ഷരമൊക്കെ ഒന്ന് ക്ലിയറാക്കി പാടുകയാണെങ്കിൽ അതിമനോഹരമായ നല്ല പാട്ടായിരിക്കും. പാട്ടുകാർ നല്ല ഈണത്തിലൊക്കെ പാടാൻ കഴിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് നമ്മളെന്ത് ചെയ്യുക, പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ എന്ത് ചെയ്യുക, ആ ഫോണിലൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് ഒന്ന് സ്വന്തമായിട്ടൊന്ന് കേട്ട് നോക്കിയാൽ മതി. അതുപോലെ തന്നെ സഹോദരന്മാർ നല്ല പാട്ട് പാടുന്ന ഈണത്തിലൊക്കെ പാട്ട് പാടുന്നവരെ സംബന്ധിച്ച് അവർ ആ അക്ഷരശുദ്ധിയോടുകൂടെ പാടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി, പ്രത്യേകിച്ച് മുസാബക്കയും അതുപോലെ തന്നെ കുട്ടികളെ റേഞ്ച് തല മത്സരങ്ങളും അതുപോലെ തന്നെ ജില്ലാ തലം അതുപോലെ തന്നെ സ്റ്റേറ്റ് തലമൊക്കെ വരുന്ന സമയത്ത് ഏത് പ്രോഗ്രാമിലാണെങ്കിലും അത്യാവശ്യം നല്ല ഈടമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് അക്ഷരങ്ങൾ അതിൻ്റേതായ രൂപത്തിലാണ് മൊഴിയുന്നതെങ്കിൽ ആ കുട്ടിയെ കവച്ചു വെക്കാൻ പിന്നെ ഒരു കുട്ടി വരണമെങ്കിൽ അതിലേറെ നല്ല ഭംഗിയുള്ള ശബ്ദത്തിൻ്റെ ഉടമയായിരിക്കണം എന്ന് മാത്രമല്ല അക്ഷരവും ക്ലിയർ ഉള്ള ഒരു കുട്ടിയായിരിക്കണം. അല്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് അതിനെ കവച്ചു വെക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അക്ഷരം നല്ല സ്ഫുടമായിട്ട് അക്ഷരം മൊഴിയേണ്ട രൂപത്തിൽ തന്നെ മൊഴിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പാടേണ്ടത്. അത് വിശുദ്ധ ഖുർആൻ നമ്മളിപ്പോൾ പഠിക്കുന്നത് അതിനു വേണ്ടിയല്ല, നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ മാറാതെ അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വന്നുകൊണ്ട് മറ്റുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ മറ്റുള്ള നിയമങ്ങൾ പാലിക്കണമെങ്കിൽ ആദ്യം അക്ഷരം ക്ലിയർ ആക്കണം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകൂടി പാടി നോക്കുക. താഇൻ്റെ താഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖഫമ തബഅൻ വിദാദി ത്വാഹ താലിയൽ ലിത്താലി താൽ. നമ്മൾ സാധാരണ വിശുദ്ധ ഖുർആൻ ഓതുമ്പോഴുണ്ട നിയമങ്ങൾ, അക്ഷരങ്ങൾ നമ്മൾ അക്ഷരം ശുദ്ധിയോട് കൂടെ തന്നെ ഉച്ചരിക്കണം. പക്ഷേ മറ്റുള്ള നിയമങ്ങൾ എന്ത് ചെയ്യണ്ട,
അത്ര നമ്മൾ പാലിക്കണം. കഴിവിൻ്റെ പരമാവധി പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത് സ ആണ്. സ ഒന്ന് പറഞ്ഞു നോക്കി. സ എന്നല്ല, സ എന്ന് പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് പല്ലും മേലെയുള്ള പല്ലും താഴെയുള്ള പല്ലും ഒന്ന് പിന്നെ മുറുക്കി പിടിക്കുക, ഒന്ന് അടച്ച് പിടിക്കുക, വായ പിന്നെ ഒന്ന് അടക്കുക. അടച്ചിട്ട് എന്ന് പറഞ്ഞു നോക്കി. ആ ഒരു ശബ്ദമാണ് സ എന്നുള്ളത്. സ സി സു സ. അപ്പോൾ സ എന്ന് പറയുമ്പോൾ വായ തുറക്കും, അത് വേറെ കാര്യം. പക്ഷേ എന്ന് പറഞ്ഞു നോക്കി, വായ പൂട്ടിയിട്ട് പല്ല് ഒന്ന് കടിച്ചിട്ട് രണ്ട് പല്ലും കടിച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ഒരു ശബ്ദം വരുന്നുണ്ട്. ആ ഒരു ശബ്ദമാണ് സ എന്നുള്ളത്. സ സി. അപ്പോൾ സ എന്ന് പറയുമ്പോൾ വായ തുറക്കുമെങ്കിലും ആ ഒരു ശബ്ദത്തിലാണ്. സ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നാവ് കുറച്ച് പുറത്തേക്ക് ഇട്ടിട്ട് രണ്ട് പല്ലിൻ്റെ ഇടയിലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. നല്ലോണം കാറ്റിങ്ങൾ പുറത്തേക്ക് വരണം. സ സി സു സ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. ഇത് സ എന്നായി പോകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുക, കുട്ടികളെ എന്ത് ചെയ്യുക, നാവ് ഒന്ന് പുറത്തിടിപ്പിച്ച് അതൊന്ന് ശീലമാക്കിയാൽ മതി. ഒന്ന് 2-3 പ്രാവശ്യം 2-3 ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ആ അക്ഷരം ക്ലിയർ ആവും. ഈ അക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. സ എന്നാണെങ്കിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരാൻ സാധ്യതയുണ്ട്. സ എന്നുള്ളത് നാവ് പുറത്തേക്ക് അല്പം പുറത്തേക്കിട്ട് ആ ഒരു രൂപത്തിൽ പറയിപ്പിക്കുക. സ സ സ സ. അതിൻ്റെ തലഭാഗം മാത്രം ഒന്ന് പുറത്തേക്ക് വരാം. ഒന്ന് പുറത്തിട്ടിട്ട് പറഞ്ഞാൽ മതി, എന്നാലും കിട്ടും. സ സ സ സ സി സു സ്. ആ ഒരു രൂപത്തിൽ തന്നെ അക്ഷരങ്ങൾ മാറാതെ അതിൻ്റെ ഇടയിൽ ഒരു സീന് വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ثاب ثابت الذرى من السرى إلى الثرى ثانيا ما ثالثا بل ثاني الأمثال ثال മിനസ്സുറ സു. സ എന്നുള്ളതാണ്. മിനസ്സുറ സു അത് സീനാണ്, ബാക്കിയുള്ളൊക്കെ സ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി പാടി നോക്കാം. സ സ ثاب ثابت الذرى من السرى إلى الثرى ثانيا ما ثالثا بل ثاني الأمثال ثال. അടുത്ത ജീമാണ്. ജീമ് ജ ജി ജു ജെ അജ് ഇജ് ഇജ് അജ് ഇജ്. റജീം റജീം. أعوذ بالله من الشيطان الرجيم. റജീം ജ ജി. അത് ഒരു പക്ഷേ ചി എന്നായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചി എന്നായി പോകാൻ സാധ്യതയുണ്ട്. അത് ചില വാക്കുകൾ വരുന്ന സമയത്ത് വിശുദ്ധ ഖുർആനൊക്കെ ഓതുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആയി പോകാൻ സാധ്യതയുണ്ട്. ചിലത് ജ എന്ന് തന്നെ വരും, ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് ചി എന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ജി ജി ജു ജ ജി ജു ജ. ജ എന്ന് തന്നെ പറയണം. ജ ജ അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നാവ് മേലോട്ട് ഇങ്ങനെ പോകുന്നു. ജ ജ. ജൂദു മൻ ജാദൽ വുജൂദ വുജൂദുഹു ജാദൽ ജവ ജംഅൻ വഫർഖൻ ബഅദ ജംഇൽ ജംഇ ലിർരിജാലി ജാൽ. ഒന്ന് വാട്സപ്പിൽ എടുക്കുക. വാട്സപ്പ് എന്ത് ചെയ്യുക, ഒന്ന് പാടി നോക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഈ ഒരു അക്ഷരം പ്രത്യേകം നമ്മൾ പഠിക്കേണ്ട അക്ഷരമാണ് ജ. അത് ചി എന്നായി പോകാൻ സാധ്യത. അറബിയിൽ ഇല്ലാത്തൊരു അക്ഷരമാണ് ചി. അറബി മലയാളത്തിലല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. ജ ഒന്ന് പിന്നെ പാടി നോക്കിയാൽ തന്നെ നമുക്ക് തന്നെ ചിലപ്പം തിരിയും നമ്മൾ അക്ഷരം പിന്നെ ക്ലിയർ ആണോ അല്ലേ എന്നുള്ളത്. എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കുക. ജൂദു മൻ ജാദൽ വുജൂദ വുജൂദുഹു ജാദൽ ജവ ജംഅൻ വഫർഖൻ ബഅദ ജംഇൽ ജംഇ ലിർരിജാലി ജാൽ ലിർരിജാലി ജാൽ. അടുത്ത ഹ ഹ ഹ. സ്മൂത്താക്കി പറയേണ്ട അക്ഷരമാണ് ഹ. ഹ എന്നാകാനും പാടില്ല. ഹ എന്നുള്ളത് വേറെ അക്ഷരമാണ്. ഹ എന്നുള്ളത് ഹ ഹ ഹൽക്കിൻ്റെ അക്ഷരമാണ്. ഹ തൊണ്ടയുടെ അക്ഷരമാണ്. ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് വരേണ്ടതാണ്. അതിൻ്റെ പിന്നെ നടുവിൽ നിന്ന് മധ്യഭാഗത്തു നിന്ന് സെൻട്രലിൽ നിന്ന് വരേണ്ടതാണ് ഹ. ഹ. ഹുബ്ബു ഹിബ്ബി
10 അക്ഷരമുണ്ടെങ്കിൽ 10ഉം ഒരേ സ്വരത്തിൽ വരേണ്ടതാണ്. ഹ ഹി ഹു ഹ അഹ് ഇഹ് റഹ്മാനിർ റഹീം. റഹ് എന്ന് ഉച്ചരിക്കുമ്പോൾ റഹ് എന്നാകാൻ പാടില്ല. അത് ചിലപ്പോൾ ഇങ്ങനെ ചില കുട്ടികളിൽ നിന്ന് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ റഹ്മാനി എന്ന് റഹ് എന്ന് കൂടുതൽ പറഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു രൂപത്തിൽ ചെറിയൊരു പുള്ളി വരുന്നുണ്ടോ എന്ന് ഒരു എന്താണ് അവിടെ ഒരു തടസ്സം വരുന്നുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് തടസ്സം നീക്കിയിട്ട് തന്നെ അത് പറഞ്ഞ് ശീലിക്കേണ്ട അക്ഷരമാണ്. അപ്പോൾ ഒന്നുകൂടി ഹബ്ബു കൂടെ എന്ത് ചെയ്യുക, ഒന്ന് പാടി നോക്കുക. ഹബ്ബു ഹിബ്ബി ഹബ്ബത്തും ഫീ ലുബ്ബി ഖൽബി അംബതത് حبوبها ما كل حب منه للميحال حال للميحال حال حب منه منه هو എന്നുള്ള ഹു എന്നല്ല, അത് ഹ വേറെയാണ്. അപ്പോൾ ഈ 7 അക്ഷരങ്ങളാണ് നമ്മളിന്ന് ഉച്ചരിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള അക്ഷരം ഇത് പ്രയാസം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു രൂപത്തിൽ തന്നെ പറഞ്ഞ് പഠിക്കണം എപ്പോൾ ഓതുമ്പോഴും. പിന്നെ കുട്ടികളെ എന്ന് പറഞ്ഞത് കുട്ടികളിൽ നിന്നാണ് അധികവും അങ്ങനെ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ പിന്നെ മുതിർന്ന ആളുകളിൽ നിന്നുണ്ടാകണമെന്നുണ്ട് ആ അക്ഷരങ്ങളൊക്കെ മാറ്റി ക്ലിയർ ആക്കേണ്ടതാണ്. അല്ലാഹു തആല നമുക്ക് നല്ല അക്ഷര സ്ഫുടത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റേതായ ആ മഖ്റജോടുകൂടെ അതിൻ്റെ സിഫത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനായ റബ്ബ് പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ബൈത്തിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളൊക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവിടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും സലാമത്തിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അതിൻ്റെയൊക്കെ ഒരു അംശമെങ്കിലും നമുക്ക് ഭാഗമാകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരമാവധി നമ്മുടെ ക്ലാസ്സുകളൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ക്ലാസ് എല്ലാം കൊണ്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ക്ലാസ്സാണ്. പരമാവധി ഒന്നെങ്കിലും ബെയ്ത്ത് കേൾക്കുന്ന ആളുകൾക്ക് ബെയ്ത്ത് കേൾക്കാം, അതല്ല ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് ക്ലാസ് കേൾക്കാം. ആ ഒരു രൂപത്തിലാണ് ഇൻഷാ അല്ലാഹ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക.